ഹായ് നമസ്കാരം. ഇത് Once Upon a Time സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമുക്കറിയാം ഈ നവരസങ്ങളിൽ ഒന്ന് ഹാസ്യമാണ്. ശൃംഗാരം, വീര്യം, രൗദ്രം, അത്ഭുതം, ഭയാനകം, ഭീപത്സം ഇതിന്റെയൊക്കെ കൂടെ ഹാസ്യം കൂടെ ചേരുമ്പോഴാണ് നവരസങ്ങൾ കംപ്ലീറ്റ് ആവുന്നത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഹാസ്യരസം നൽകുവാനായിട്ട് Once Upon a Time സീസൺ 4 ഒരു പുതുമയാർന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെൽക്കം എവരിവൺ. Once Upon a Time സീസൺ 4 ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് പറക്ക ജുവൽസ് നൽകുന്ന സമ്മാനങ്ങളാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം ദം. സാരി അതീവ സുന്ദരിയായിരിക്കുന്നില്ലേ? നന്നായിരിക്കും, അടിപൊളിയായിട്ടുണ്ട്. നീയും സുന്ദരിയായിരിക്കുന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ സുന്ദരിയായിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡില് നേരത്തെ തന്നെ അണിഞ്ഞൊരുങ്ങി വന്ന് തട്ടമൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ താത്ത. ഇന്ന് നേരത്തെ ആണല്ലോ. താത്ത പെട്ടെന്ന് അങ്ങ് മണവാട്ടിയെ പോലെ നാണിക്കല്ലേ താത്തേ? ശരിക്ക് നിനക്ക് ആരുടെ സൗന്ദര്യം കിട്ടിയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിലും താത്തയുടെ സൗന്ദര്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ബന്ധുവായിട്ട്, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊന്നും ബ്യൂട്ടി പാർലറിൽ പോകാറില്ലല്ലേ. അങ്ങനെ ഇതൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളതാണ്. അല്ല, അപ്പൊ ഡയാന കുട്ടിയായിരുന്നപ്പോ താത്ത എടുത്ത് വളർത്തുവോ? അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടോ? ഒരുപാട് ഇതിനെ ഞാൻ എന്തോരം പൊക്കിക്കൊണ്ട് നടന്നേക്കണെന്ന് അറിയാമോ? പിന്നെ അല്ലാണ്ട് ഇതിന്റെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട്. ആണല്ലേ? പിന്നെ ഒന്ന് പാടുന്നു. ഇപ്പൊ ഇതിങ്ങനെ വലിയ വെണ്ണൊക്കെ ആയി. പണ്ട് കുഞ്ഞതല്ലായിരുന്ന ഞാനിങ്ങനെ കൊണ്ടുനടന്നതല്ലേ, എന്റെ കൈവെള്ളയിൽ വെച്ച് കൊണ്ടുനടന്ന വെണ്ണ. അതിന്റെ ഒരു ഉത്തരവാദിത്തോടുകൂടി എപ്പോഴും ഇവിടെ വന്ന് ഫുൾ ടൈം ഇരിക്കുന്നത് വരാറ്. ഇപ്പൊ പിന്നെ പറഞ്ഞല്ലോ, താത്തയാണ് ഇപ്പം എല്ലായിടത്തും വരാറ്, എന്റെ കാര്യങ്ങളൊക്കെ നോക്കാറ്. കാര്യങ്ങളൊന്നും നോക്കൂല, എന്റെ കാര്യങ്ങൾ അവള് നോക്കും. അതായി അങ്ങനെയായി. അപ്പോ ഇത്ര കളർഫുൾ ആയിട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും കളർഫുൾ ആകാൻ പോവുകയാണ്. അപ്പോ ജഡ്ജസിന് അങ്ങോട്ടേക്ക് ഇരിക്കാം പ്ലീസ്. ഞാൻ ഈ അവസരത്തില് എനിക്ക് വളരെ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്പോ ഞാൻ ഇപ്പൊ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, നവരസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാല് എനിക്ക് എവിടെ നിന്നാണ് ഒരു കലാവാസനയും കലാബോധവും ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതെന്റെ താത്താടെ നിന്നാണ്. എനിക്ക് ആദ്യമായിട്ട് ശരിക്കും ഡാൻസ് പഠിച്ചു തന്നത് എന്റെ താത്തയാണ്. ഈ നവരസങ്ങളൊക്കെ കുട്ടുപോലെ കാണിക്കൂ ചോദിച്ചാ ഇപ്പൊ കാണിക്കൂ അല്ലേ? എനിക്കുള്ള പണിയാണ് വന്നേന്ന് എനിക്ക് മനസ്സിലായി. നീ എന്നെ കൊണ്ട് ഇതെല്ലാം കാണിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങള് കാണിക്കാം. ഞാൻ പറയാം. ശൃംഗാരം, രൗദ്രം, ഭീകരം, അത്ഭുതം, ഭീപത്സം, ഹാസ്യം. ഇനി ഏതാ ബാക്കി? ഇനി ഏതാ ഉള്ള ബാക്കി? ശൃംഗാരം, ഹാസ്യം, കരുണം. 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 ഇതല്ലാണ്ട് മൂത്താപ്പയുടെ വേറെ ഭാവമുണ്ട്. മൂത്താപ്പ ഭാവമൊന്നുമല്ല, മൂത്താപ്പ നല്ല മൂത്ത സാധന. നിനക്കറിയാൻ പാടില്ലേ? അത് വേണ്ട. നീ എന്നെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ പെർഫോം ചെയ്യാൻ വന്ന പിള്ളേരെ വേരം വിളിക്കാൻ നോക്ക്. ശരി, അപ്പൊ ഞാൻ എന്റെ പണി എന്തായാലും എടുത്തു തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മീനു ആൻഡ് നിറ്റി. മീനു നമസ്കാരം. ഇങ്ങോട്ട് മീനു. നിങ്ങളിൽ ആരാ മീനു? അത് ഫിക്സ് ചെയ്യൂ. ഞാൻ രചന. ചേച്ചി നമസ്കാരം. ഞാൻ രമേശ്. രമേശ് സാർ നമസ്കാരം. രചന, മീനോട് പറയേണ്ടത് വെൽക്കം ബാക്ക് എന്നാണ്. കാരണം ആള് നമ്മുടെ സെക്കൻഡ് സീസണിൽ ഇവിടെ ഓൾറെഡി വന്ന് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും വന്നിട്ടുണ്ട്. ഫസ്റ്റ് സീസണിന്റെ ഓഡിഷൻ വരുമ്പോ ഒരു ഹോൾ നിറച്ച് ബോയ്സ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് വന്ന ഗേൾ ഞാനായിരുന്നു. സീസൺ 1 എത്തിയ ഫസ്റ്റ് ഗേൾ ഞാനായിരുന്നു. അതിന്റെ വളരെയധികം പ്രൗഡോടും സന്തോഷത്തോടും കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഗേൾസിന് വേണ്ടി മാത്രം ഒരു സ്റ്റേജ്. സാറിന് ഒരുപാട് നന്ദി. 4ാം സീസൺ ഇങ്ങനെ ആയതെന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം. താങ്ക് യു സോ മച്ച്. അതല്ല, ഇപ്പൊ ഇപ്രാവശ്യം ഓഡീഷൻ വന്നപ്പോ എല്ലാത്തിലും നിറച്ച പെണ്ണുങ്ങളല്ലായിരുന്ന. അതാണ് എന്റെ വ്യത്യാസം. നല്ല കാര്യം.
താത്തേ അന്ന് വന്നിവിടെ ഇല്ലായിരുന്നു. പുതിയ ഇറക്കുമതിയാണ്. നിറ്റി നമസ്കാരം. 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 നിറ്റി നമസ്കാരം. നമസ്കാരം. പറഞ്ഞു തന്നല്ല ഇപ്പം വളം വെച്ചേനെ. വെരി ഗുഡ്. പറയൂ നിറ്റി, എവിടെയാണ് വരുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഏത് വിഷയം പഠിപ്പിക്കുന്നു? സയൻസ് ആണ്. ഇപ്പോ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് സ്വന്തമായിട്ട് ഒരു കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഒരു ടീച്ചറായിരുന്ന ഒരു സ്ത്രീ ഇപ്പൊ ഇവിടെ ജഡ്ജായിട്ട് വന്നിരിപ്പുണ്ട്. കോമഡി കാണിച്ച് എവിടെ വരെ എത്തി നോക്ക് അല്ലേ? അതുപോലെയൊക്കെ വരാനുള്ള ഉദ്ദേശം ഉണ്ടോ? അങ്ങനെ ഇല്ലാതില്ല. വരട്ടെ, വരാൻ പറ്റട്ടെ. നല്ലതല്ലേ? അതെ. എത്ര കുട്ടികളുണ്ട് കിൻഡർ ഗാർട്ടനില്? ഒരുപാട് കുട്ടികളല്ല, 22 ഇത്രേ ഉള്ളൂ. ഏറ്റവും ചെറിയ പ്രായമുള്ള ആർക്കാ? 7 months കിട്ടിയ ഒരു മോനുണ്ട്. ഇപ്പൊ 1.5 വയസ്സായിട്ടുണ്ട്. പുള്ളിക്കാരനെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുള്ളിലുണ്ട്. ശരിക്കും പാടല്ലേ കിൻഡർ ഗാർഡൻ കുട്ടികളെ നോക്കാനും ഇതൊക്കെ, അതായത് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരാന്ന് പറയുമ്പോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് എടുക്കുമ്പോൾ അത് പാടാ. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യണത്. കാരണം കുഞ്ഞു മോന്റെ തൊട്ട് ആ 3.5 വയസ്സായുള്ള പിള്ളേരുടെ തന്നെ ഫുള്ള് കാര്യങ്ങൾ ഞാനാണ് ചെയ്യണം. ആന്റി ഉണ്ട്, വേറെ ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ കുളിപ്പിക്കണം, ഡ്രസ്സ് ചെയ്യണം, ഫുഡ് കൊടുക്കണം സഹിതം എനിക്ക് കൊടുക്കണം എന്നുള്ള ഏറ്റവും അധികം സന്തോഷമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പോണത്. അങ്ങനെ എളുപ്പമാവാനായിട്ടൊരു വഴിയുണ്ട്. എന്നറിയാമോ? ആ പിള്ളേരെ സ്വന്തം മക്കളായിട്ട് കരുതിയാൽ മതി. അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഓ നൈസ്, ഓ നൈസ്. ഒരു കൈയടി കൊടുക്കാൻ നിറ്റിക്ക്. അല്ലെ, വീരാനിക്ക എൻ്റെ അടുത്ത് പറഞ്ഞേ നമുക്കൊരു കിൻഡർ ഗാർഡൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പിള്ളേരെ അന്വേഷിച്ചായിരുന്നു കിൻഡർ ഗാർഡൻ തുടങ്ങാനായിട്ട്. പക്ഷേ പിള്ളേരെ പോലും ഞങ്ങളെ വിശ്വസിച്ച് ആരും തന്നില്ല. അവസാനം ഞങ്ങളുടെ ശ്രമഫലമായിട്ട് 12 പിള്ളേരെ കിട്ടി. അപ്പോ ബൈ പ്രൊഫഷൻ നമ്മുടെ മീനു ഒരു അഡ്വക്കേറ്റ് ആണ് കേട്ടോ. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. അല്ല, അതവിടെ നിൽക്കട്ടെ. ഈ പരിപാടിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇനി ഞാനൊരു കഥ ചൊല്ലട്ടുമാ? ഓക്കെ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാലോ, ഞാനൊരു കഥ പറയും. അതിൽ 3 ചിത്രങ്ങളുടെ കഥ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ആ ഫിലിംസ് എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്ത് പറയണം. വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ കഥ ഇതാണ്. ആദ്യം മീനുവിനോട്. നമ്മുടെ നായകൻ നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും കടവും ഒക്കെ സഹിക്കവയ്യാതെ അയാള് ഗൾഫിലേക്ക് പോവാണ്. അവിടെ വെച്ച് ഒരു ചൈനക്കാരിയായ നായികയെ പരിചയപ്പെട്ടു. ചൈനയോട് നായകന് വല്ലാത്ത പ്രേമമാണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷം പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന നായകൻ നാട്ടിൽ പുതിയ ബസ് വാങ്ങി. ഗൾഫ് മോട്ടോഴ്സ് അതിന് പേരിട്ടു. വീണ്ടും രാഷ്ട്രീയ പ്രശ്നത്തിൽപ്പെട്ട് ബസ് തന്നെ വിൽക്കേണ്ടി വന്നു, കടവൊക്കെ വീട്ടാനായിട്ട്. കടവും ഉണ്ടായി. ഇതിനിടയിൽ നായകന്റെ കൂട്ടുകാരന്റെ പാസ്പോർട്ട് എലി കരണ്ടു. ഗിയറിന്റെ ലിവർ എടുത്ത് എലിക്ക് പുറകെ പോയത് കൊണ്ട് വലിയ ട്രാഫിക് പ്രശ്നം ഉണ്ടായി. അപ്പോഴും നായിക പറഞ്ഞോണ്ടേയിരുന്നു, ബുക്കാരോ ചിന്നക്കുട്ടിന്ന്. ഇനി പറഞ്ഞോ, കിട്ടിയാ? ഒരു സിനിമ പറക്കുന്തളിക, രണ്ടാമത്തെ സിനിമ മനസ്സിലായില്ല, മൂന്നാമത്തെ സിനിമ മനസ്സിലായില്ല. ഈ പറക്കുന്തളിക എത്രാമത്തെ സിനിമ? ആദ്യത്തെയാണോ? എത്രാമത്തെ പറക്കുന്തളിക? സിനിമ മൂന്നാമത്. ശരി, ഇവിടെ ആദ്യത്തെ സിനിമ ഏതാണ്? മോഹൻലാലിന്റെ സിനിമയാണ് രണ്ടാമത് പറഞ്ഞത് മനസ്സിലായി. മറ്റേ ശോഭനയൊക്കെ ഉള്ള സിനിമ. അയ്യോ, എന്റെ പേര് മാത്രം കിട്ടുന്നില്ല. നായകൻ ദുബായിൽ പോകുന്നു, ചൈനക്കാരെ കാണുന്നു, ചൈനക്കാരിയോട്ട് ഇഷ്ടത്തിലാകുന്നു, ചൈനയോട് അറബിക്കഥ. ഫസ്റ്റ് വൺ അറബിക്കഥ. ഓക്കെ. രണ്ടാമത്തത് നമ്മള് ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കൂലേ, അതാണ്. നമ്മളിങ്ങനെ സ്വീകരിക്കൂലേ, മനസ്സിലായോ? വരവേൽപ്പ്. സൂപ്പർ. അപ്പൊ അറബിക്കഥ, വരവേൽപ്പ്, പിന്നെ ഈ പറക്കുന്തളിക. അടിപൊളി, അടിപൊളി മീനു. സൂപ്പർ. ഓക്കെ. അപ്പൊ മീനുവിനോടായിരുന്നു ആദ്യത്തെ ചോദ്യം. മീനു തന്നെ നല്ല കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം പെർഫോം ചെയ്തത് മീനുവാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ മറവേ മടിയും വലിയൊരു പ്രശ്നമാണല്ലേ. ഓ സോറി 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 സോറി, ഞാൻ മീനുപ്രിയ. സീസൺ 1ലും സീസൺ 2ലും വന്നപ്പോൾ നിയമ വിദ്യാർത്ഥിയായിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് അഡ്വക്കേറ്റ് മീനുപ്രിയ. ഈ മറവിയുടെ മടിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നാട്ടിലെ കേസ് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ വീട്ടിലെ കേസ് തീർക്കാനേ നേരമുള്ളൂ. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരികയാണെങ്കിൽ അതൊന്നെങ്കിൽ ടീച്ചർമാർ വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് തല്ലുപിടിച്ചിട്ടായിരിക്കാം. പക്ഷെ എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത് കുടുംബശ്രീയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഗ്രൂപ്പ് കളി അഥവാ ഗ്രൂപ്പിസം എല്ലാ മേഖലയിലും ഉള്ള പോലെ ഇവിടെയും ഉണ്ട്. ഇതിനൊന്നും പെടാത്ത അമ്മ ഒറ്റപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും, സങ്കടം പറയും. ഇത് കേൾക്കുമ്പോൾ ഞാൻ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാത്തിനും നമുക്ക് കോടതി കയറ്റണം, സുപ്രീം കോടതി വരെ നമുക്ക് പോകണം. ചായ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കുടിക്കുന്നു. പിന്നെ മറവിയുടെ മടിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മറവിയുടെ മടിയുടെ കാര്യത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി ഉണ്ട് നമ്മുടെ നാട്ടിൽ. സാറിന് അറിയാമോ? രചന ചേച്ചിക്ക് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ. അതെന്താ കാര്യം വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാനുള്ള മടിക്ക് ഇരുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ ഇവർ പരീക്ഷ നടത്തും, സബ്ജക്റ്റ് പോലും നോക്കാതെ. അതെ, അങ്ങനെ പിന്നെയും പിന്നെയും ആരോ മനുഷ്യനെ പണിതരാനെത്തുന്ന പതനിസ്വരം ആരോ അല്ല, ഈ യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റിയിട്ട് ഞാനൊരു 1, 2, 3 തവണ ഒരേ പേപ്പർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതും പോരാട്ടി എഴുതിയ പരീക്ഷയുടെ ഉത്തരക്കടലാസൊക്കെ എവിടെയാ? ഭദ്രമായിട്ട് പെരുവഴിയിലുണ്ടാവും. സാരില്ല, മറവിയുണ്ടല്ലേ പാവങ്ങൾ. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഈ യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, പക്ഷെ ഇത് തിരുത്തി തരണമെങ്കിൽ ഒരു 1000 രൂപ ഫീസ് അടയ്ക്കണം കേട്ടോന്ന്. എന്നാ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് നേരിട്ട് പോയി അന്വേഷിക്കാന്ന് വെച്ചാ വഴി അറിയാൻ പാടില്ല. ഗൂഗിൾ മാപ്പ്, PSCയുടെ ചോദ്യവും ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയും ഏകദേശം ഒരുപോലെ. വളഞ്ഞ മൂക്കേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടിനി മറവിയുടെ വേറെ കഥയിലേക്ക് വരികയാണെങ്കിൽ പാല് തിളച്ചു പോകുന്ന കേസ് മിക്കവാറും വീടുകളെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഞാനൊരു എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അപ്പോൾ അവള് അതിഥിയായിട്ട് ഞാൻ വന്ന സന്തോഷത്തിൽ പാലൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇത് മറന്നേ പോയിട്ടോ, വർത്താനം പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ് പിന്നെ കാണുന്ന കാഴ്ച ദാരുണമായിരുന്നു. പാത്രത്തിൽ ഒരു തുള്ളിയില്ലാതെ എല്ലാം അടുപ്പത്ത് തിളച്ച് തൂവി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ചായ വേണ്ട, പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങി. ആള് പറഞ്ഞു, നിക്ക് എടി, നിന്റെ അമ്മ കണ്ട നിന്നെ ശരിയാക്കത്തില്ലേ? അവൾ എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു തുണി എടുത്ത് മൊത്തം അതങ്ങ് തുടച്ച് പാനിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട്, അച്ചമ്മേ പാലിലപ്പടി വെള്ളാട്ടാ. ഇത് കേട്ടിട്ട് അമ്മൂമ്മ അപ്പുറത്തുനിന്ന്, ഇന്ന് മാത്രല്ല മോളെ, ഇതെല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ആ പാലുകാരൻ കള്ളനെ ശരിയാക്കണം. എവിടെ? കള്ളൻ കപ്പലിൽ തന്നെ. അതുപോലെ തന്നെ മറവിയുടെ കേസുകൾ ഇഷ്ടം പോലെയാണ്. ഇന്നാളൊരു ശനിയാൻ തോന്നുന്നു എറണാകുളത്തേക്ക് എന്തോ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറി പോവാണ്. അപ്പോൾ ഒരു ചേട്ടൻ തലയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വരാണ്. ഞാനോർത്ത് എൻ്റെ ദൈവമേ, ചില പ്രൈവറ്റ് ബസ്സുകൾ ഈ ബുള്ളറ്റ് ട്രെയിൻ പോകുന്നതിനേക്കാളും വേഗത്തിലാണല്ലോ പോകുന്നത്, ഇനി അതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് പുള്ളി കുറച്ച് നേരം എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി അങ്ങ് ഓടിക്കളഞ്ഞു. ഹെൽമെറ്റ് വരാൻ മറന്നുപോയതാ പാവം ബസ്സിൽ കയറിയപ്പോൾ. എങ്കിലും നമ്മുടെ മറവി മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ചിലരുണ്ട് ഇവിടെ. ആരാണെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? ഞാൻ തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ ചില മൊബൈൽ കമ്പനിക്കാർ അത്യാവശ്യത്തിനൊന്ന് പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു ആംബുലൻസിനോ വിളിക്കുമ്പോൾ, നിങ്ങളുടെ നിലവിലെ കാലാവധി കഴിയാൻ ഇനി ഒരാഴ്ച കൂടി മാത്രം, എത്രയും വേഗം റീചാർജ് ചെയ്യൂ, സേവനങ്ങൾ തടസ്സമില്ലാതെ ആസ്വദിക്കൂ. സേവനങ്ങളുടെ കഥ മുഴുവൻ തടസ്സമില്ലാതെ കേട്ട് വരുമ്പോഴേക്കും ആംബുലൻസ് വിളിക്കേണ്ടി വരില്ല, ആള് വടിയായിട്ടുണ്ടാവും. അങ്ങനെ കോടതിയുടെ കേസിലേക്ക് വരാണെങ്കിൽ ഇഷ്ടംപോലെ ഇതിലപ്പുറം മറവി കേസുകൾ നടക്കാറുണ്ട്. നമുക്കറിയാം, ഒരു കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു 11 മണി സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. നേരെ തന്നെ ഇതുപോലെ ജഡ്ജസ് ഉണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വക്കീലന്മാരിപ്പുണ്ടാവും, ബാക്കിൽ ക്ലയൻസും ഒക്കെ ഉണ്ടാവും. ഒരു 11 സമയം ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒരു സ്ഥലം മാത്രം ഒഴിച്ചിടും, ആരും അങ്ങനെ കയറി നിൽക്കത്തില്ല. അപ്പോൾ ഒരു വക്കീൽ ഭയങ്കര ധൈര്യമായിട്ട് അവിടെ അങ്ങ് കയറി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി ഞാനിതിന് മാറണമെന്നുള്ള രീതിയിൽ ചങ്കുറപ്പോട് നോക്കും. അപ്പോൾ എല്ലാവരും മാറി എന്താ ഇവിടെ കാണിക്കും, മാറണം. ജഡ്ജി നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. പുള്ളി മാറുന്നില്ല. പുള്ളിക്ക് ഭയങ്കര മടി, അവിടെ അങ്ങ് നിന്ന് സുഖിച്ചു പോയി. ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്ക്. കുറച്ചു നേരം കൂടി പുള്ളി അവിടെ തന്നെ നിന്നായിരുന്നെങ്കിൽ വിധിയാവാൻ പോകുന്നൊരു കേസിൽ പ്രതിയായിട്ട് ആളകത്ത് പോയാനെ. വേറൊന്നുമല്ല, പ്രതിക്കൂട്ടിലാണ് ആള് കയറി നിന്നത്. ഓ മൈ ഗോഡ്, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇന്നൊരു ഡിവോഴ്സ് കേസിന്റെ വിധി വരാനിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അവന്റെ 3ാമത്തെ കല്യാണം എനിക്ക് നടത്തി കൊടുക്കാനായിട്ട്. നിങ്ങളിവിടെ മടിക്കാതെ കേട്ടിരുന്നോ? നല്ല പണി കിട്ടും. നന്ദി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 80-70% ആൾക്കാർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് അല്ലെ, മടി. എന്തായാലും നന്നായിരുന്നു. അവരോട് ചോദിക്കാം. അത് വക്കീലേ, എനിക്ക് ഇതുപോലെ ഒരു അക്കടി പറ്റിയതാ. ഞാൻ ഒരിക്കൽ വാദിക്കാൻ പോയതാ. ആണോ? പിന്നെ ഏത് കേസാ? ഞാൻ വീരാനിക്ക ഡൈനാമില്ലാണ്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയ ഒരു കേസ് ഉണ്ടായിരുന്നു.
അതപ്പോ വക്കീലിനെ വെച്ചില്ലേ? വക്കീലിനെ വയ്ക്കാൻ കാശില്ലല്ലോ. വീരാനിക്ക പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ വാദിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് ജഡ്ജിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു യെസ് യുവർ ഓണർ, ഓർഡർ ഓർഡർ. എന്നിട്ട് ഞാനൊരു ഒറ്റ കലക്കാണ്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ആളുള്ള ഈ നാട്ടിൽ ഒരാളിനെ കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയുമില്ല. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി പറയും അത് പുറത്തോ എന്ന് ചോദിച്ചാൽ മതി, ഈ കോടതി നിന്റെ തന്തയുടെ വകയിലാണ്. മീനു, രസമുണ്ടായിരുന്നു. മീനു പറഞ്ഞ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഈ മീനുവിന് ഈ 4 പേര് നിൽക്കുന്ന സീനൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം മീനുവിനത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ മോണോ ആക്ടിലോട്ടൊരു പോക്ക് പോവും. ഇപ്പോൾ അപ്പുറത്തിരുന്ന അമ്മൂമ്മ അമ്മൂമ്മ എടി അത് ഇന്നലെയും അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് നിന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഈ 3-4 ക്യാരക്ടേഴ്സ് ഉള്ള സീനുകൾ വരുമ്പം ഇത് ഈ സ്റ്റാൻഡപ്പിൽ പറയുന്നൊരു സ്വഭാവത്തിലോട്ട് പിടിക്കാതെ ചെറിയൊരു മോണോ ആക്ടിന്റെ പരിപാടികൾ അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിത് ഈ ഇന്ന സ്ഥലത്ത് ഇന്ന ആക്ഷൻ, ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവങ്ങളെന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് ഇത് ചെറുതായിട്ട് മെക്കാനിക്കലായി പോകും. ചില സംഭവങ്ങൾക്ക് ഒരു ജെന്യൂനിറ്റി ഉണ്ടല്ലോ. നമ്മൾ അതിന് പകരം ഞാൻ ഇന്നത് പറഞ്ഞിട്ട് ഇന്ന പോലെ ഒരു ആക്ഷൻ ഇട്ട ശേഷം ഇന്നത് പറയാം എന്ന് വിചാരിച്ച് ആ ആക്ഷൻ ചിലപ്പോൾ നമുക്ക് ഇട്ടോളാം എന്നുള്ള നിർബന്ധം ഉണ്ടാവില്ല. നമ്മളൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു, അത് അവിടെ കയറിയില്ലേ വേറൊന്നായിരിക്കാം, അത് മറ്റൊരു തരത്തിലാകാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഫിക്സ് ചെയ്തൊരു സാധനം അവിടെ കിടക്കുന്നത് ഒരു ലിങ്ക് പോലെ വേണമെങ്കിലും അത് കറക്റ്റ് മീറ്ററിൽ എത്തിയില്ലെങ്കിലും എല്ലാം അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഇതിനിടയിൽ ചെയ്യുന്ന ആക്ഷനുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലൊരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ വളരെ വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ആയിട്ട് പോകുന്നതായിട്ട് തോന്നിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചു പറഞ്ഞതായിട്ട് തന്നെ തോന്നും. ഈ പഠിച്ചു പറയുന്നത് ഒരു പദ്യോച്ചാരണത്തിന് അത് വളരെ പ്രാധാന്യമുള്ള സംഭവമാണ്. പക്ഷെ ഈ നർമ്മത്തിന് അത് വളരെ ഓർഗാനിക്കായിട്ട് പഠിച്ചാണ് പറയുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിലും നമുക്ക് വളരെ ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യണം ആ പറയുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ കൊണ്ട് നിർത്തലുകൾ എടുക്കൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ചെറിയ മോണോ ആക്ട് ഛായ വന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഗംഭീരമായി കേട്ടോ. മീനു, ഋഷി പറഞ്ഞ പോലെ രസകരമായിരുന്നു. എടുത്ത ടോപ്പിക് വളരെ ബ്യൂട്ടിഫുൾ ടോപ്പിക്കാണ്. മറവിയും മടിയും എന്ന് പറയുന്നത് നല്ലോണം കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ പല സ്ഥലത്തും കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല. ഇപ്പൊ മറവിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു മറവിയുണ്ട്. അമ്മയിടയ്ക്ക് ഗ്യാസ് ഓഫ് ആക്കാൻ മറന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ കത്തിയാതെ അത്ര നല്ല കാര്യമല്ല. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും അതിലുണ്ട്. അതുപോലെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് വീട്ടിൽ വന്ന സമയത്ത് പോവാനായിട്ട് ഇറങ്ങിയതാ. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ആള് കാവടി ആടുന്ന ആളാ. കാവടിയുടെ കാര്യം എന്തോ ചോദിച്ചപ്പോൾ അതിൽ ലയിച്ചിരുന്നിട്ട് ഫുൾ കഥ 1 മണിക്കൂർ ഹെൽമെറ്റ് വെച്ചിരുന്നിട്ടാ പറഞ്ഞത്. പോവാൻ നേരത്തെ വീണ്ടും ഹെൽമെറ്റ് തപ്പില്ല. അതുപോലെ മുഖത്ത് വെച്ച കണ്ണട നമ്മൾ അന്വേഷിച്ച് നടക്കും. ഇവിടെ തൂക്കിയ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്നല്ല. പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ക്രിസ്പാക്കിയിട്ട് ഒതുക്കിയിട്ട് എല്ലാത്തിനെയും അടുപ്പിച്ച് പറയാമായിരുന്നു എന്ന് തോന്നി. ഇതിപ്പോൾ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു എന്തിനോ വേണ്ടിയിട്ട്. അത് ഫ്ലുവൻസി ആണോ എന്താന്ന് എനിക്കറിയില്ല. അത് മീനു തന്നെ ഒന്ന് സ്വയം അനലൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്ത വെരി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആവും. ഓൾ ദി ബെസ്റ്റ് മീനു. ഞാൻ കുറെ കാര്യം പറയാനായിട്ട് ഇരുന്നതായിരുന്നു, എല്ലാം മറന്നുപോയി. മീനു, ഇടയ്ക്ക് നമ്മുടെ സെക്കൻഡ് സീസൺ ശേഷം വേറെ ഏതെങ്കിലും സ്റ്റേജിൽ സ്റ്റാൻഡ് കോമഡി അവതരിപ്പിച്ചായിരുന്നോ? ഞാൻ നമ്മുടെ അമൃതയില് തന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ചെയ്തു, അഭിനയിച്ചു. അടിപൊളി, വെരി ഗുഡ്. കോടതി കേസൊക്കെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന്? സ്വന്തമായിട്ടല്ല, സീനിയറിന്റെ കീഴിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും അത്യാവശ്യം പോക്കും വരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഈ മേഖലയിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് പേര് കലയിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡ് ഉദ്ഘാടനത്തിന് വന്നിരുന്ന ശാന്തി തിരക്കഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര്. സൂപ്പർ സീനിയർ ആണ് മമ്മൂട്ടി സർ. ലോ കോളേജ് എറണാകുളത്താണ് സർ. ഓ അങ്ങനെ. അങ്ങനെയല്ല, അദ്ദേഹം അവിടെയാണ് പഠിച്ചത് അല്ലേ? സൂപ്പർ സീനിയർ ആയിട്ട് മമ്മൂക്ക പഠിച്ച കോളേജിൽ തന്നെ ഇപ്പോഴും പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഈ സീനിയേഴ്സ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ ശരിക്കും? അത്യാവശ്യം നമ്മള് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല, കണ്ടു മനസ്സിലാക്കാൻ പറ്റും. അതായത് എല്ലാം ഒന്നും ആരും പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പോലെ ഇരിക്കും. Okay, അപ്പോൾ മീനു, all the best. നമുക്ക് അടുത്ത പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം we'll know the results. Until then, bye. Thank you. Once upon a time season 4-ന്റെ ഇന്നത്തെ വേദിയിലേക്ക് അടുത്തതായി ക്ഷണിക്കുന്നു നിറ്റി ഫ്രം ട്രിവാൻഡ്രം.
അപ്പം തള്ളി ഇതാരിക്കണത്? ആ താത്തയാ? താത്ത നിങ്ങൾ മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലേ? അതാരാ അപ്പുറത്തിരിക്കണ ആ കൊമരി? നമ്മുടെ ഒരു എടുത്തു വളർത്തിയ ഒരു കൊച്ചാണത്. അണ്ടാ നിങ്ങൾ സൂപ്പർ തന്നെ കേട്ടാ. നിങ്ങൾ ഞാൻ പറ ടിവിയിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ എല്ലാരെയും. രചന ചേച്ചി നിങ്ങൾ സുന്ദരിയായിരിക്കണ്. ആ സാരിയൊക്കെ സൂപ്പർ തന്നെ കേട്ടാ. താങ്ക് യു. ഞാൻ വന്നത് കുറച്ച് നാള് മുമ്പ് എൻ്റെ തന്തയും തള്ളയും കൂടെ അവരൊക്കെ കന്നിക്കുണ്ടായ പിള്ളയ്ക്ക് എന്തൊരു പേരിടണമെന്ന് ആലോചിച്ച് തിണ്ണയിൽ അന്തം വിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ ധാരാവിൽ ഗുണ്ടയാവാൻ പോയിട്ട് ഗുണ്ടയാവാതെ എനിക്കൊരു പേരുമായിട്ട് തിരിച്ചു വരണത്. പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഗുണ്ടകളെയൊക്കെ കണ്ട് പേടിച്ച് കടത്തിണ്ണയാണെന്ന് പറഞ്ഞ് കയറി കിടന്നത് എവിടെയാണെന്ന് അറിയാമോ? ഒരു യൂണിവേഴ്സിറ്റിയുടെ തിണ്ണയിൽ. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നിറ്റി. എന്ന് വെച്ചാൽ സാക്ഷാൽ ഞാൻ. പ്രൊഡക്ഷൻ കൺട്രോളർ ആൻഡ് പ്രൊഡ്യൂസർ യഥാവിധി പ്രസന്നരാജ് ആൻഡ് റീത്ത കുമാരി. നെയിം സ്പോൺസേഡ് ബൈ എൻ്റെ പേടിത്തൂറി അമ്മാവൻ. ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബൈ റെൻസി രമേശ്. അപ്പൊ തള്ളി ഇതാരിക്കണത്? തള്ളി രമണിയാ? എടി പുളു ചാണ്ടി, നിങ്ങൾ തൊഴിലുറപ്പിലൊന്നും പോയില്ലേ? നിങ്ങൾ എന്തിനുള്ളവരെ ഇവിടെ വന്നിരിക്കണത്? എനിക്കറിയാം ഈ പെൺപുലികളെയൊക്കെ പൊളപ്പം തമാശകളൊക്കെ കണ്ട് നിങ്ങൾ ചിരിച്ചു മറച്ചിരിക്കുകയാണെന്ന്. എനിക്ക് ഇത്രയും പൊളപ്പൊന്നും ഇല്ല കേട്ടാ. എൻ്റെ ആകെ ഉള്ളത് എലിവാല് പോലെ ഒരു സാധനമാണ്. ഞാൻ അതങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു ഹോസ്റ്റലിലെ അന്തേവാസിയായിരുന്നു. നിങ്ങളൊക്കെ പണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടാ? അപ്പോൾ അവിടെ എനിക്ക് 2 കൂട്ടുകാരികളുണ്ടായിരുന്നു, 2 കൊമരികൾ. ഒരാൾ ഷീല കണ്ണൂരിന്ന്, ഒരാൾ ചാന്ത. അവൾ എവിടെ നിന്നറിയാമോ? മലപ്പുറത്തുനിന്ന്. അപ്പൊ എവളുമാരും മിക്ക ദിവസവും കോളേജിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ കൂടെ പറയും, എടി നമുക്ക് കള്ളുകളും മറ്റുമൊക്കെ കുടിക്കാന്ന്. അപ്പൊ ഞാൻ പറയും, തള്ളേ എനിക്ക് കള്ളുകളും മറ്റൊന്നും വേണ്ട, നിങ്ങൾ കുടിച്ചറുമാതിക്ക് ഞാൻ വീഡിയോകളും മറ്റുമൊക്കെ എടുക്കാന്ന്. അങ്ങനെ എവിടെമാരും എന്തേലും 2 പേരും കൂടെ മതിൽ ചാടി കള്ള് വാങ്ങിക്കാൻ പോയി. കള്ള് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അതിലൊരുത്തി എന്നെ വിളിക്കണേ, എടി നിന്റെ നമ്പർ ഇതാ ഇവിടെ മതില്ലേ, അതാ തെണ്ടി എഴുതി വെച്ചേക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ആ തെണ്ടി വേറെ ആരുമല്ല, ഞാനാണ്. ഞാൻ സ്റ്റിൽ ഒരു സിംഗിൾ ആയതുകൊണ്ട് ആരെങ്കിലും കണ്ട് എനിക്കൊരു ജീവിതം തന്നാലോ എന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണല്ലോ. അങ്ങനെ ഇവളുമാര് കൊണ്ടുവന്നു ചപ്പാത്തി, ഇറച്ചിക്കറി, കള്ള് ഇതെല്ലാം തുറന്നു വെച്ചു. 2 പെഗ് അടിച്ചപ്പോൾ തന്നെ ഇവളുമാര് ഫ്ലാറ്റായി. എന്നിട്ടും വിട്ടില്ല. ആ 2 ബോട്ടിലും ഇവളുമാര് കുടിച്ചു തീർത്തു. കുടിച്ചു തീർന്നപ്പോൾ ഈ മലപ്പുറത്തുള്ളവള് എൻ്റെ അടുത്ത് പറയും, ഇടി തുള്ളെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് തുള്ളാനാണെന്ന്. അപ്പം ഞാനും മോളിയും കൂടെ തുള്ളി അസാധ്യമായി. തുള്ളിയത് ഈ മേച്ചപ്പുറത്തിരുന്ന കുപ്പിയും പാത്രങ്ങളും എല്ലാം കൂടെ അങ്ങ് തറയിൽ വീണു. അപ്പോഴാണ് മറ്റോള് പറയണേ, എടി ദോ ലാഫിംഗ് ബുത്ത വീണ് കിടക്കണമെന്ന്. അപ്പം ഞാൻ റെഡി, അത് ലാഫിംഗ് ബുത്ത അല്ല, നീയൊക്കെ ഇപ്പം കുടിച്ചു തീർത്ത ഓൾഡ് മങ്ക് കുപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ വിശപ്പ് അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങളിത് തുറന്നു വെച്ചു. അപ്പോൾ തുറന്നു വെച്ചപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഇറച്ചിക്കഴിയും കഴിക്കണത് എല്ലാം കടിച്ചു തുപ്പി എൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റവൾ പറയണേ, എടി എനിക്ക് മാത്രം ഈ കൂട്ടായി അവൾ തന്നില്ല, എടി അത്രയും അവളെടുത്തെന്ന് പറഞ്ഞ് കൈയിട്ടെടുത്ത് ഇത് മൊത്തം ഒറ്റ അടിക്ക് വാക്കിയാത്ത സാധനം ഞാൻ തുപ്പി വെച്ചതാണേ. അപ്പോഴാണ് ഷീല പറയണേ, എടി ഈ കൂട്ടാ മൊത്തം പുഴു അടി. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളപ്പുഴു ഇങ്ങനെ കിടക്കണ്. തള്ളേ ഞാൻ ഛർദ്ദിക്കാൻ വന്ന്, എന്നാലും എവളും അപ്പോഴേ അത് വേസ്റ്റിലിട്ട്. പക്ഷെ ഞാൻ എന്തേലും അത് പോസ്റ്റ് ചെയ്ത് നോക്കി. അതെന്തരെന്നറിയാമോ? മറ്റേ മൂത്ത തക്കാളി ഉണ്ടല്ലേ, തക്കാളീൻ്റെ കുരുവിൽ ഒരുമാതിരി വെള്ള പൊടിപ്പ് വരും. അത് കണ്ടിട്ടാണ് എവളുമാർ അങ്ങനെ പറഞ്ഞത്. കാരണം ബോധമില്ലല്ലേ. അങ്ങനെ അന്നത്തെ രാത്രി പട്ടിണിയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പാത്താണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇവൾ എന്താണ് ഈ പറയണേന്ന്. എടി ഞാൻ പാത്താണ്ടി. ഞാൻ നോക്കുമ്പോൾ അവിടെ മൊത്തവും മൂത്രം ഒഴിച്ച്. പിന്നെ ഞാൻ അതും കൂടെ തുടക്കേണ്ടി വന്നു. ഇത് തുടച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവള് പറയണ, എടി നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്താലോ? അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ചോ. അപ്പം ഇവള് പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുഞ്ഞമ്മേരെ മോളുണ്ടെടി, ഞാൻ അവളെ വിളിക്കാന്ന് പറഞ്ഞ് അവള് വീഡിയോ കോൾ എടുത്ത്, ഹായ് ചെല്ലക്കിളി. സംഭവം വിളിക്കണ 2 വയസ്സുള്ള കൊച്ചിനെയാണ്. ചെല്ലക്കിളി എന്ന് പറഞ്ഞ് അവൾ എന്തറിയത് ഡോറും തുറന്ന് കോറിഡോർ വഴി പോയി. അവിടെ ചെന്നപ്പോഴേ ഈ കോറിഡോറിൻ്റെ അടിയിൽ സ്റ്റെയർ ഉണ്ടേ, അവിടെ ഒരു കൊമരി ഇരുന്ന് കാമുകനെ വാർഡം കാണാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവള് ഈ മുടിയും പിരുത്തൊക്കെ കിട്ട് ചെല്ലക്കിളി എന്ന് വിളിക്കുമ്പോൾ എവള് വിചാരിച്ചെന്തരെന്നറിയാമോ? മറ്റേ സുമതി വളവിലെ സുമതി ഉണ്ടല്ലേ, രാത്രി വന്നതാണെന്ന് പറഞ്ഞ് എവള് ജീവനും കളഞ്ഞ് അവൾ ഐഫോണും കളഞ്ഞ്
അവളെ മറ്റേ പുള്ളിയും കളഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഈ ഓട്ടം കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട് വിചാരിച്ചെന്താണ്, ഇവളുമാരും ഞാൻ പറയാതെ തൊട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഇവള് ആ ഓടിയോളെ പുറകെ ഓടിയോണ്ട് മറ്റോള് ചെടി നിങ്ങൾ മാത്രം പോവാതെ ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാനും പിറകെ ഓടി. ആദ്യത്തെ നിലയിൽ ചെന്ന് നോക്കി, അവിടെ കണ്ടില്ല. രണ്ടാമത്തെ നിലയിൽ നോക്കി, അവിടെയും കണ്ടില്ല. താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴാണ് ആ ഷീല ഇങ്ങനെ നിൽക്കുന്നു സ്റ്റാച്ചു ആയിട്ട്. ഞാൻ ചോദിച്ചു, പാതിരാത്രി ആരടി നിന്നെ ഈ സ്റ്റാച്ചു ആക്കിയത്? അപ്പോൾ അവളോട് റിലീസ് പറ. ഞാൻ റിലീസ് പറഞ്ഞു. ഈ ഒരു റിലീസ് 2-3 പ്രാവശ്യം അങ്ങോട്ട് ആവർത്തിച്ച്. ഞാൻ അങ്ങോട്ട് പറയുന്നു, അവൾ എനിക്ക് സ്റ്റാച്ചു പറയും. ഞാൻ റിലീസ് പറയുന്നു, സ്റ്റാച്ചു പറയുന്നു. 3-4 പ്രാവശ്യം ആയപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ച് ഞാൻ എവളെയും കൂടെ വലിച്ച് റൂമിൽ കൊണ്ടാക്കിയപ്പം മറ്റവള്, എടി നമ്മൾ ഈ കള്ളു പിടിച്ച കാര്യം എൻ്റെ മറ്റേ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയണ്ടേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞോ. ഉടനെ എന്ത് ചെയ്തു, ഫോൺ എടുത്തു. എടാ ചെല്ലക്കിളി, നമ്മളിവിടെ കള്ളുകളൊക്കെ കുടിച്ചിരിക്കണടാ. പക്ഷേ അവിടെ തലയ്ക്ക് ഫോൺ എടുത്തത് അവൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു, എടി എന്നെ ഏതാ ചെല്ലക്കിളി വിളിക്കണടിയെന്ന്. അപ്പം ഈ അമ്മ പറയണത് നമുക്ക് കേൾക്കാം. മൂപ്പിലെ നിങ്ങൾ പണ്ട് എന്നെ തള്ളക്കിളി എന്ന് വിളിച്ചതാണ് ഇതാ ഈ ഇരിക്കണ എണ്ണം കെട്ട ചെറുക്കൻ. മിണ്ടരുതെന്ന്. അതോടുകൂടി ഫോൺ കട്ടിയത്. പിറ്റേന്ന് രാവിലെ വയറും ഒക്കെ വിശന്ന് മോണയും കീറി ഇരിക്കുമ്പോഴാണ് ഷീല ബാഗും ഒക്കെ ആയിട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, നീ എവിടെ പോണെടി? എടി ഇന്നലെ അവൻ്റെ അച്ഛനെ എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, മക്കൾ ഇങ്ങി വന്നേരെ, എനിക്ക് രാത്രി കുടിക്കാൻ കൂട്ടില്ല, നീ എനിക്കൊരു ബെസ്റ്റ് കമ്പനിയാണെന്ന്. അങ്ങനെ അവളുടെ കാര്യവും സെറ്റായി. ഇതെല്ലാം പോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ, താഴെ അവൾ ഇങ്ങനെ നിന്ന കാര്യം. അവളിങ്ങനെ നിർത്തിയിരുന്നത് ഷീലയാണ്. അവളെ ഇങ്ങനെ സ്റ്റാച്ചു ആക്കി നിർത്തിയിട്ട് ഹോസ്റ്റലിൽ പേപ്പർ കൊണ്ടുവരുന്ന ചെറുക്കൻ്റെ കൂടെ അവൾ സൈക്കിളിൽ രാഖി രാമാനം രാത്രി ഓടിപ്പോയി. അപ്പം 2 കുമരികളും സെറ്റായി. ഇനി ആകെയുള്ള ഈ ഒരു രൂപം മാത്രമാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം, ഞാൻ സെറ്റ് ആവണോ അതേ ഞാൻ ഇങ്ങനെ തന്നെ തുടരണോന്ന്. സ്റ്റാൻഡപ്പിന് മുൻപ് ഒരാളും സ്റ്റാൻഡപ്പ് തുടങ്ങിയപ്പം എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായി മാറിയല്ലേ? നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതുപോലെ ഏതാണ്ട് ഒരു രസം എനിക്ക് വേറെ ഉണ്ട്. കാരണം എന്റെ ഈ ഹെമിസ്ഫിയറിൽ ഏതോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വർക്ക് ചെയ്യണുണ്ട്. കാരണം ഞാൻ എഴുതണത് റിവേഴ്സിലാണ്. എന്നാലും ഒരാളൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഡയാന വെരി ഗുഡ് വെരി ഗുഡ് എന്താ ഡയാന ഇത്? ഒരാൾ എടുത്തെന്ന് വലത്തോട്ട് എഴുതുന്ന എഴുതാൻ പറ്റുന്നല്ലോ. എനിക്ക് അല്ലാതെ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഈ ഹെമിസ്ഫിയറിൽ നമ്മൾ സാധാരണ ഈ ഹെമിസ്ഫിയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റീസും അങ്ങനെ ആണല്ലോ. അപ്പോൾ എൻ്റെ ഇതിൽ ഏതോ ഒരു ഹെമിസ്ഫിയറിന് ഇത്തിരി കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ എഴുതണത് നമ്മുടെ മിറർ ഇമേജ് ആണ്. ഈവൻ അറബി എഴുതണ പോലെയോ അല്ല? നോ, ഒരിക്കലും അല്ല. അതിന്റെ നമ്മുടെ എഴുതണ എന്റെ ബാക്കിലെ ഇമേജ് ആണ് എഴുതണം. പരീക്ഷയ്ക്ക് നോർമലിയാ അത്. ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ്. അപ്പൊ എനിക്കറിയാം അതൊരു ചെറിയ ഒരു ഡിസബിലിറ്റി ആണെന്ന് അറിയാം. പക്ഷെ ഞാൻ അതിനെ യൂസ് ചെയ്തു. കൊറോണ സമയത്ത് എനിക്കൊരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു വേൾഡ് റെക്കോർഡും ഞാൻ അതിൽ കഥയും കവിതയും നോവലും എഴുതി വാങ്ങിച്ചു. അടിപൊളി. അപ്പൊ ഈ തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിൽ പോണേന്ന് വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവോ? അല്ല, ഈ സാധനേ ശരിക്കും ചെറുതായിട്ട് ചില പ്രശ്നമുണ്ട് ചിലർക്ക്. എന്റെ ഇളയ മോനില്ലേ, അവൻ ഇങ്ങനെ കുറെ പറയും. ഇപ്പം എന്റെ വണ്ടിയുടെ നമ്പർ എത്രയാ വെച്ചാൽ അവൻ വലത്ത് നിടത്തോട്ടാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചിലപ്പോ അച്ഛാ HM ഏതാ, ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നോക്കുക. നമ്മൾ യാത്ര HM എന്ന് പറയുന്നൊരു സ്ഥലമില്ല, MH മഹാരാഷ്ട്ര വണ്ടി കണ്ടാലായിരിക്കും പറയുന്നത്. മൊത്തം വലത്ത് നിടത്തോട്ട് പറയും. എന്നിട്ട് ഭാര്യ ഒരു ദിവസം പറഞ്ഞിട്ട്, ഇത് താരെ സമീൻ പർ എന്ന് പറയുന്ന സിനിമയിലുള്ള ചെറുക്കനുള്ള അതേ പ്രശ്നമുണ്ട് ഈ ചെറുക്കനെന്ന് പറയും. ഞാൻ പറഞ്ഞു നിന്റെ ഭാഗ്യം ഡിസ്ലെക്സിയ, അതാണ് അതിന്റെ പേര് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിന്റെ ഭാഗ്യം മകൻ അതുകൊണ്ട് അമീർ ഖാൻ കൂടെ ഉണ്ട്, പിന്നെ എന്നാ വേണമെന്ന്. സോറി കേട്ടോ, എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് പല കഴിവുകളും ഉണ്ടല്ലോ. അപ്പം അല്ല, അറിവില്ലാത്തതിന് സോറി പറയാൻ നിന്നാ നീ അവസാനം ഒന്നിച്ചൊരു കടലാസിൽ എഴുതി തന്നാൽ മതി, അത് അവർ കൊണ്ടുപോകും. പക്ഷെ നന്നായിട്ടോ, അതിന് നിങ്ങളത് ഉപയോഗിച്ച് അതൊരു വലിയ കാര്യമാണ്. ഞാൻ തമാശ വിട്ടാല്
നമുക്ക് അങ്ങനെ ഇത് ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി അതും കൊണ്ടൊരു വേൾഡ് റെക്കോർഡ് മേടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കൺഗ്രാറ്റ്സ് അത് ചെയ്തത് കേട്ടോ, വളരെ ഗംഭീരമായി. അത് ഒരു വലിയ മാതൃകയാക്കേണ്ട കാര്യമാണത്. ഞാനിപ്പോൾ അതിവിടെ പറയാൻ കാര്യം, ഇപ്പോഴുള്ള ഏജിലുള്ള ഒരു 3.5 വയസ്സ് വരെയുള്ള മിക്ക കുട്ടികൾക്കും ഈ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ടിട്ട് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം ഞാനത് ഡെയിലി കാണുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പാരൻസിൻ്റെ അടുത്ത് എനിക്ക് ഇതുവഴി എനിക്ക് പറയാൻ പറ്റുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈൽ ഫോൺസ് കുട്ടികളുടെ കൊടുക്കരുത്. കൊടുക്കുന്നത് ഒരുപാട് ദോഷം ചെയ്യും. അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയാൽ അതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ശരിയാണ്, ശരിയാണ്. ഇനി നിറ്റിയുടെ പെർഫോമൻസിനെ പറ്റി. നിറ്റി ആ ഭാഷ എടുത്തുകൊണ്ട് അമ്മാവൻ പേരിട്ടിടം തൊട്ട് വളരെ രസമായിട്ട് അവതരിപ്പിച്ചു. അത് ആ ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് അതിപ്പം അവിടെ ആ പടിയിലിരുന്ന് വേറൊരു പെൺകുട്ടി അവളുടെ കാമുകനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത്, അവിടെ വേറൊരു കൊമരി അവരുടെ കൊമരി ആരെ വിളിച്ചോണ്ടിരുന്നത്? അല്ല, ചെല്ലക്കിളി അല്ല, വേറെന്താ പറഞ്ഞത് ആ ചെറുക്കനെ. അങ്ങനത്തെ ചില വാക്കുകളും പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഗംഭീരമായി കേട്ടോ. നിറ്റി, വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. നിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? നിറ്റി സംസാരിക്കുന്നത് മെയിൽ സ്റ്റൈലാ എപ്പോഴും. അത് ഭയങ്കര പ്ലസ് പോയിന്റ്. പെട്ടെന്ന് പ്ലസ് അല്ല മാം, അത് പണ്ട് ഇതേപോലെ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോൾ അവിടെ പോകാൻ വേണ്ടിട്ട് കുറെ സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്തു, കുറച്ച് സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ അത് ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നതാ. ബേസിക്കലി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് സോഫ്റ്റ് എന്നാ പറയണേ? സോഫ്റ്റ് തന്നെയാ. പക്ഷെ അത് ആക്ച്വലി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വോയിസിന് കിട്ടും എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റാണ്. പിന്നെ പ്രസൻറ്റേഷൻ, ഭാഷ ഉപയോഗിച്ചുള്ള എനിക്ക് തിരുവനന്തപുരം ഭാഷ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഷയാണ്. എന്താ ഈ തള്ളേ ചെല്ലക്കിളി എന്നൊക്കെ, അത് പണ്ട് തൊട്ടേ അങ്ങനെയാണോ അതോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സമയത്ത് ഉണ്ടായതാണോ? അല്ല, അവിടെ എൻ്റെ ആൻറ്റിമാരൊക്കെ താമസിക്കുന്ന കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവര് തള്ളയെ ഉദ്ദേശിക്കുന്നത് ഈ തമിഴ്നാടുമായിട്ട് കുറച്ച് അടുപ്പുള്ളത് കൊണ്ട് തള്ളേ മീൻസ് അമ്മ എന്ന് ഉദ്ദേശിച്ച് വിളിക്കണതാ. ചെല്ലക്കിളി എന്ന് വിളിക്കണ അത്രയും ക്യൂട്ടായിട്ടുള്ള ബേബിയുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു ഐഡന്റിഫിക്കേഷൻ ആയി മാറിയില്ലേ? തിരുവനന്തപുരം ഭാഷ കോട്ടയം ഭാഷ പറയാൻ വേണ്ടി എന്ന എന്ന് ഉപയോഗിക്കുന്നത് പോലെ ആളുകളുടെ അടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറം തിരുവനന്തപുരത്തുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയൊന്നും അല്ല. ഇതൊക്കെ നമ്മളങ്ങനെ ഈ കലാമേഖലയിൽ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞു പോകുന്നു നർമ്മത്തിന് വേണ്ടി എന്നുള്ളതിനപ്പുറം ഒരു തിരുവനന്തപുരം ഭാഷ ഇതാണ് എന്ന് പറയുന്ന ഒരു ഭാഷയല്ല ഇത്. രസമുള്ളൊരു ഈണവും താളമുള്ളൊരു ഭാഷ, അത്രേ ഉള്ളൂ. അതുപോലെ നിറ്റിയുടെ വേറൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ചിലത് ഞങ്ങൾക്ക് മനസ്സിലാവാതെ വന്നപ്പോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലേ, ഞാൻ തന്നെ തുപ്പിട്ടതാണോ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് തന്നുകൊണ്ട് ഒരു കയ്യടി നേടിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡും നല്ല നല്ല ചിന്തകളും എല്ലാം നേരത്തെ നമുക്കുണ്ടായ ആ കുറവിനെ പരിപോഷിപ്പിച്ചെടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന പോലെ നമ്മുടെ ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. മലപ്പുറം ഭാഷ പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷായിരുന്നു. ഇങ്ങനെയാണോ മലപ്പുറം ഭാഷ? ഇടയിൽ എന്തോ ഒരു വേർഡ് പറഞ്ഞില്ലേ? പാത്താണ്ടോന്ന് പറയില്ലേ? എന്താ ഞങ്ങളുടെ ഡേ കെയറിൽ ഒരു കുഞ്ഞു വന്നു. കാരണം പുള്ളിയുടെ അച്ഛൻ ഇങ്ങനെ RCC പേഷ്യൻ്റ് ആയിട്ട് ഞങ്ങളുടെ നൈബറായിട്ട് വന്നു. അപ്പോൾ ഈ കുഞ്ഞുവിനെ ടേക്ക് കെയർ ചെയ്ത 6 months ഞങ്ങളാണ്. അപ്പോൾ ഇവൻ ഫസ്റ്റിലേ വന്നിട്ട് ഞാൻ പറയുന്നത് അവന് മനസ്സിലാവില്ല, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവൻ ഇതേപോലെ രാവിലെ വന്നിട്ട് പാത്താണ്ടോ എന്ന് പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ അവൻ പാത്താണ്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ മലപ്പുറം ഭാഷ വരുമ്പോ നല്ല ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു റെസ്പോൺസ് പറഞ്ഞത്. അപ്പൊ താങ്ക് യു നിറ്റി. ഡയാന എന്റെ സുഹൃത്തല്ല, താത്ത എന്റെ സുഹൃത്തല്ല, രചന എന്റെ സുഹൃത്തല്ല, അയ്യോ പിഷാരടി എന്റെ സുഹൃത്തല്ല. എന്താ അമ്മാവ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഈ അടുത്ത ദിവസം ഒരു സിത്തനെ കണ്ടിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം. ആ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിച്ചു. അതായത് നമ്മുടെ നല്ല കാലത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നവരൊന്നും നമ്മുടെ സുഹൃത്തുക്കളല്ല അല്ലെന്നോ, ആപത്ത് കാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ല, ഇതെന്റെ നല്ല കാലമാണല്ലോ. അതെ. അപ്പൊ നല്ല കാലത്ത് ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണല്ലോ. അതെ.
അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളല്ല. അപ്പൊ ഇതാണ് അമ്മാവന്റെ നല്ല കാലം. അതെ. ഓ, ഇത് നല്ല കാലമാണെങ്കിൽ മോശം കാലമൊക്കെ എന്തായിരിക്കും അമ്മാവ അനുഭവിച്ചു കൂട്ടിയത്? ആ സിദ്ധന്റെ നമ്പർ ഒന്ന് കിട്ടുമോ? എന്തിനാ? ആ സിദ്ധനെ ഒന്ന് ഓർത്തോനെ കാണിക്കാനാ. ശരടി, മോശം കാലത്ത് എന്നെ സഹായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുട്ടപ്പൻ. അവൻ മാത്രമാണ് എൻ്റെ സുഹൃത്ത്. അതന്നെ, ഞങ്ങളൊന്നും ചെയ്യാത്ത എന്ത് സഹായം ഈ കുട്ടപ്പൻ നിങ്ങൾക്ക് ചെയ്തേക്കുന്നത്? ആ, അങ്ങനെ സംസാരിക്കല്ലേ. എല്ലാ മാസം 1-ാം തീയതി മദ്യം കിട്ടാണ്ട് വരുമ്പോ അവൻ ചെത്തി എനിക്ക് കള്ളുകൊണ്ടെത്താൻ തന്നെ കുടിപ്പിക്കുമായിരുന്നു. ആ സൈസ് സഹായം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, സഹായം തള്ളിപ്പോയി പറഞ്ഞത്. അവൻ ഈ കഴിഞ്ഞ ദിവസം ചെത്താൻ കയറി കഴിഞ്ഞപ്പോ അവൻ ആ കടന്നൽ പിടിച്ച് കുത്തി. അയ്യോ, അവനൊരു അപകടം പറ്റി. അതിന്റെ സങ്കടമാണ് നിങ്ങൾക്ക്? അതിന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കണം. പക്ഷെ പാട്ട് പാടുവോ? എന്തോ പാട്ട് പാടാറുണ്ടോ? ഓ, എനിക്ക് അങ്ങനെ പാട്ട് പാടി സഹായിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ഞങ്ങളിപ്പോ വഴിയോരത്തൊരു ഗാനമേള നടത്തുന്നുണ്ട് അവന് വേണ്ടിയിട്ട് ഒരു സഹായത്തിലേക്ക്. അപ്പൊ അന്നൊരു പാട്ട് പാടണമെങ്കിൽ ഞാൻ വേണേ എന്തായാലും, അല്ലാതെ ഞാനൊരു രചനയൊക്കെ ഒരു പൈസ ആയിട്ട് തരാം. നിങ്ങൾ തന്നെ പാടിയാൽ മതി. വഴിയോരത്ത് നിങ്ങൾ പാടുന്നുണ്ട്? പാടുന്നുണ്ട്. കാരണം അവനെ സഹായിക്കണം. എനിക്ക് കള്ള് വേണമല്ലോ. 1-ാം തീയതി പാടിയേ പറ്റുള്ളൂ. എന്നാ ആ പാട്ടൊന്ന് കേക്കട്ടെ. പാടാം. കുട്ടപ്പൻ ചെത്തുവാ തെങ്ങിന്മേൽ കേറുമ്പോ ആഹാ ആ ആ കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. വേദന കൊണ്ടു പുളയും നേരത്തവൻ ഊർന്നങ്ങു താഴെയെത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. അവൻ ഊർന്നങ്ങു താഴെയെത്തി. ചൊറിഞ്ഞെണ്ണം ചൊറിഞ്ഞെണ്ണം ദേഹത്തു തട്ടുമ്പോൾ ചൊറിയുന്ന ഫീലു തോന്നി. കവിളത്തും മൂക്കത്തും ചുണ്ടിൻ വരമ്പത്തും ബോളുപോൽ വീർത്തുരുണ്ടു. വേദന കൊണ്ടവൻ ഓടുന്ന നേരത്ത് കാലിന്മേൽ തേളുകുത്തി. അക്കാര്യം ചൊല്ല വീട്ടിലേക്കോടുമ്പോൾ തലമണ്ടേൽ കാക്ക കൊത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. അവൻ ഊർന്നങ്ങു താഴെയെത്തി. കുട്ടപ്പൻ സഹായ നിധിയിലേക്ക് എല്ലാവരും ഉദാരമായ സംഭാവന തന്ന് സഹായിക്കുക. താങ്ക് യു. 10 രൂപ കൊടുക്കാന്ന് വെച്ചതാ. ഇവന്റെ പാട്ട് കാരണം കൊടുക്കാനും തോന്നല്ല. അപ്പൊ മീനുകുട്ടിയുടെയും നിത്യയുടെയും പെർഫോമൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് അവരുടെ മാർക്സ് ആണ്. ആർക്കൊക്കെയാണ് സമ്മാനം കിട്ടുന്നതെന്നൊക്കെ അറിയണം. രമേശ് ഏട്ടാ, തമാശയേറിയ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പം നിങ്ങൾ രണ്ടുപേരിൽ 96 മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് നിറ്റി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു. കൺഗ്രാറ്റുലേഷൻസ്. 90 മാർക്കുകൾ മേടിച്ചുകൊണ്ട് മീനുപ്രിയ. അപ്പൊ രണ്ടുപേർക്കും ഗോൾഡൻ എൻട്രി ലഭിച്ചിട്ടുണ്ട്. അതിനൊരു കയ്യടി. Once upon a time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സമ്മാനം കൊടുക്കാനായിട്ട് ജഡ്ജസിനെ ക്ഷണിക്കുന്നു. താത്തിരുന്നോ ചേട്ടാ? നീ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ വെച്ചിട്ടുണ്ട്.
ടൈം സീസൺ 4-ൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ കോൺടാക്ട് ചെയ്യേണ്ടത് funsupon-a-time@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിലുകൾ മെയിൽ ചെയ്യൂ. അങ്ങനെ ഇതോടുകൂടി ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ ഇന്നത്തെ ഫൺ റൈഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. Until then, bye.